നമുക്ക് ക്രിസ്ത്യാനികൾ അവരുടെ മതഗ്രന്ഥമായിട്ട് ബൈബിളിനെ വെച്ചിട്ടുണ്ട്. ഇസ്ലാം അല്ലെങ്കിൽ മുസ്ലിങ്ങളെല്ലാം അവരുടെ മതഗ്രന്ഥമായിട്ട് ഖുർആനെ വെച്ചിട്ടുണ്ട്. സോ ഈ രണ്ട് ഗ്രന്ഥങ്ങളും എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള രീതിയിലാണ് ഈ രണ്ട് ഗ്രന്ഥങ്ങളെ വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് മാനുഷികമായിട്ടുള്ള കലർപ്പില്ല എന്നാണ് വാദപ്രതിവാദം. സോ ഇതുപോലെ നമ്മുടെ ഈ ഹൈന്ദവരെ സംബന്ധിച്ചിടത്തോളം നമുക്കങ്ങനെ പറയാൻ പറ്റുന്ന എന്തെങ്കിലും ഗ്രന്ഥങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. അതിൽ എടുത്തു പറയാവുന്ന ഒരു ഗ്രന്ഥമല്ല, ഒരു വലിയ ലൈബ്രറിയാണ്. എന്നാൽ ഈ ലൈബ്രറിയുടെ എല്ലാം മൂലം വേദമാണ്. വേദമെന്ന് പറയുന്നത് പോലും ഒരു ഗ്രന്ഥമല്ല, അത് ശ്രുതിയാണ്. ബ്രഹ്മത്തിൽ നിന്ന്, ബ്രഹ്മത്തിൻ്റെ നിശ്വാസത്തിൽ നിന്നും ഉണ്ടായതാണ് ശ്രുതികൾ. അതിങ്ങനെ ശ്രവിച്ചത് കൊണ്ടാണ് അതിനെ ശ്രുതികൾ എന്ന് പറയുന്നത്. ഈ ശ്രവിച്ച ഋഷിമാർ അവരുടെ അകത്ത്, നമ്മുടെ ഉള്ളിൽ പുറത്തുള്ള ഈ ബ്രഹ്മാണ്ടത്തെക്കാളും അനന്തകോടി വലിയ ബ്രഹ്മാണ്ടം നമ്മുടെ ഉള്ളിലാണെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ആ ബ്രഹ്മാണ്ടത്തിൽ നിന്ന് കിട്ടിയ അറിവുകളൊക്കെയാണ് ഇത്. അത് ബ്രഹ്മത്തിൽ നിന്ന് കിട്ടിയതാണ്, അവരുടെ സംശയങ്ങൾക്ക് നിവാരണമായി. അതാണ് വേദങ്ങൾ എന്ന നിലയിൽ ഉണ്ടായത്. ഇതൊന്നും എഴുതി വയ്ക്കപ്പെട്ടതായിരുന്നില്ല. ശിഷ്യ പ്രശിഷ്യ പരമ്പരകളിലായി ഇങ്ങനെ പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. വാക്മൊഴിയാണ്. കാരണം അന്നൊന്നും ഗ്രന്ഥമില്ല. ഇങ്ങനെ പകർന്ന് വന്ന് അതിനെ വ്യാസഭഗവാനാണ് ആദ്യമായി പല ഋഷികുലങ്ങളിൽ നിന്നും ചിതറിക്കിടന്നിരുന്ന ഇതിനെയെല്ലാം സമാഹരിച്ചെടുത്ത് അതിൻ്റെ ഓർഡർ അനുസരിച്ച് ചതുർവേദങ്ങളായിട്ട് എഴുതിയത്. അപ്പോഴും പറയുന്നുണ്ട് അദ്ദേഹം, ഇതിൻ്റെ എത്രയോ മടങ്ങ് ഇനി സമാഹരിക്കാൻ കിടക്കുന്നു, കിട്ടിയതാണ് ഞാൻ ഇത്രയും സമാഹരിച്ചത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഈ വേദത്തിൽ ഉള്ളതല്ല എന്ന് പറയുന്ന ധാരാളം, പ്രത്യേകിച്ച് ട്രൈബൽസിൻ്റെയും ഒക്കെ ഇടയിലുള്ള ഒരുപാട് ആചാരങ്ങളും ഒക്കെ ഉണ്ട്, ആരാധനാ സംവിധാനങ്ങളൊക്കെ. ഇതൊക്കെ ചിലപ്പം ആ രീതിയിൽ വന്നിട്ടുള്ളതായിരിക്കാം. അതൊന്നും ഈ സംഭരിച്ചില്ല, അതൊന്നും നിഷേധിക്കാൻ പറ്റില്ല. ഈശ്വരനെ ഇന്ന മാർഗത്തിലൂടെ മാത്രമേ അതിലേക്ക് എത്തുമെന്നൊന്നും ഈശ്വരൻ പറഞ്ഞിട്ടില്ല. നീ ഏത് മാർഗത്തിലൂടെ എന്നിലേക്ക് എത്താം, അതേ മാർഗത്തിൽ തന്നെ ഞാൻ നിന്നെ സ്വീകരിക്കുമെന്നാണ്. കാര്യം അതിൻ്റെ മനസ്സാണ്, ചിത്തശുദ്ധിയാണ് വേണ്ടത്. ചിത്തശുദ്ധിയുള്ളവൻ്റെ ജാതിയും മതവും പറഞ്ഞ ഒന്നും അവിടെയില്ല. അപ്പം ഈ വേദത്തിൽ നിന്ന്, ഈ വേദത്തെ സാധാരണക്കാരന് മനസ്സിലാക്കാൻ വേണ്ടി ആണ് പുരാണങ്ങൾ ഉണ്ടായത്. യഥാർത്ഥത്തിൽ വേദം ഇന്നും, എനിക്ക് സത്യത്തിൽ ഞാൻ വേദം പഠിച്ചിട്ടില്ല. കാര്യം വേദം പഠിക്കുക എന്ന് പറയുന്നത് കുട്ടിക്കാലം മുതൽ സംഹിതകൾ ചൊല്ലി 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 ഇരുത്തം വന്ന് പഠിക്കേണ്ടതാണത്. നമ്മളൊക്കെ വേദാന്തം ആണ്, വേദാന്തം പഠിച്ചു എന്നല്ല, വേദാന്തം പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥി മാത്രമാണ്. പക്ഷെ വേദം എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ സംസ്കൃത കോളേജിൽ നിന്നൊക്കെ PhD ഒക്കെ എടുത്ത ആൾക്കാർ പോലും വേദം മനസ്സിലാവണമെന്നില്ല. അവർക്ക് രണ്ടും രണ്ട് തരത്തിലുള്ള വിഷയങ്ങൾ, ഭാഷയാണ്. സംസ്കൃതം എന്ന് പറഞ്ഞാൽ സാഹിത്യ ഭാഷ വേറെയാണ്, വേദഭാഷ വേറെന്നാണ്. അപ്പം ഈ വേദത്തിൽ തന്നെ 4 ഭാഗങ്ങളാണുള്ളത്. അതിൽ സംഹിതകൾ, ബ്രാഹ്മണങ്ങൾ, ആരണ്യകങ്ങൾ, ഉപനിഷത്തുകൾ, ഇങ്ങനെ 4 ഭാഗങ്ങളുണ്ട്. സംഹിതകൾ 100 കണക്കിനാണ്, ബ്രാഹ്മണങ്ങളും അതേപോലെ 100 കണക്കിനുണ്ട്, ആരണ്യകങ്ങളും അതുപോലെയാണ്, ഉപനിഷത്തുകളും അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ജ്ഞാനം എന്ന് പറയുന്നത് ഉപനിഷത്തുകളാണ്, ജ്ഞാനത്തെ പ്രതിപാദിക്കുന്നത്. ഈ ഉപനിഷത്ത് തന്നെ ഇന്ന് പലരോട് ചോദിച്ചാൽ ചിലർ പറയും ഇപ്പം 108 ഉപനിഷത്ത്. കാര്യം 108 ഉപനിഷത്തിൻ്റെ പുസ്തകമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ചെറിയ ഒരു ഉപനിഷത്തല്ല, ഉപനിഷത്തിനെ പറ്റിയുള്ളൊരു ഏകദേശം. യഥാർത്ഥത്തിൽ ഉപനിഷത്തുകൾ തന്നെ 1180 ഉപനിഷത്തുണ്ട്. അത് വേദങ്ങളിൽ, ഈ ചതുർവേദങ്ങളിലായി 1180 ശാഖകളാണുള്ളത്. ഒരു ശാഖയിൽ നിർബന്ധമായി ഒരു ഉപനിഷത്തെങ്കിലും ഉണ്ടാവണം. ചിലതിൽ അതിൽ കൂടുതലുണ്ട്. അങ്ങനെ വരുമ്പോൾ ഏറ്റവും കുറഞ്ഞത് എത്ര ശാഖയുണ്ടോ അത്രയും ഉപനിഷത്തുണ്ടാവണം. പക്ഷെ ഇതൊക്കെ പിൽക്കാലത്ത്, കാര്യം ഈ അധിനിവേശമാണ് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ. കഴിഞ്ഞ 1000 വർഷങ്ങൾ അധിനിവേശത്തിൻ്റെ കാലഘട്ടമായിരുന്നു. അതിലേറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങളെ നശിപ്പിക്കപ്പെട്ടതെല്ലാം മുഗൾ ഭരണകാലത്തായിരുന്നു. 1526 മുതൽ
1757 പ്ലാസി വരെ ഉള്ള ആ കാലഘട്ടത്താണ് ഭാരതത്തിൻ്റെ ഇങ്ങനെയുള്ള ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ മുഴുവൻ നശിപ്പിക്കൽ, കത്തിച്ചു കളഞ്ഞ് ലോകത്തിലെ ആദ്യത്തെ സർവകലാശാലകളായിട്ടുള്ള നളന്ദയും തക്ഷശിലയൊക്കെ നശിപ്പിച്ചു. അപ്പോൾ ഈ പറയുന്നതെല്ലാം നഷ്ടപ്പെട്ടു. എങ്കിലും ഇന്ന് ഏകദേശം 300ഓളം ഉപനിഷത്തുകൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഉപനിഷത്തുകളും ഒന്നും സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇതിലെ വേദ തത്വങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഇതിഹാസം മഹാഭാരതം വ്യാസൻ തന്നെ എഴുതിയത്. അതിൽ കർമ്മവും ജ്ഞാനവും രണ്ടുമുണ്ട്. അതുകൊണ്ടാണ് അതിലെ ജ്ഞാനഭാഗങ്ങളാണ് ഗീതകൾ. ഗീതകൾ പലതുണ്ട് അതിനകത്ത്, ഉദ്ധവഗീത, അഷ്ടാവക്രഗീത തുടങ്ങിയ പലതുണ്ട്. പക്ഷെ അതിലെ ഭഗവത്ഗീത വേദാന്തത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർത്തതാണ്. ഇതും മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക്, അതായത് നമുക്ക് ഇതിഹാസവും ഉൾക്കൊള്ളാൻ കഴിയാത്തവർക്ക് വേണ്ടിയാണ് പുരാണങ്ങൾ എഴുതി വയ്ക്കപ്പെട്ടിട്ടുള്ളത്. 18 മഹാപുരാണവും 18 ഉപപുരാണവും. എന്നാൽ മറ്റ് പല ഋഷിമാരും ഈ വേദതത്വങ്ങളിൽ നിന്ന് അവർ നിരവധി ദർശനങ്ങൾ എടുത്തിട്ടുണ്ട്. നിരവധി ദർശനങ്ങൾ. അതിൽ പ്രധാനമായിട്ടുള്ള ഷഡ് ദർശനങ്ങൾ, 6 ദർശനങ്ങൾ വേദത്തെ പ്രമാണമായി അംഗീകരിക്കുന്ന 6 ദർശനങ്ങളാണുള്ളത്. അതിൽ കപില മഹർഷിയുടെ സാഖ്യദർശനം, പതഞ്ജലി മഹർഷിയുടെ യോഗദർശനം, ന്യായദർശനം, ഗൗതമ മഹർഷിയുടെ ന്യായദർശനം, കണാദ മഹർഷിയുടെ വൈശേഷിക ദർശനം, ജൈമിനി മഹർഷിയുടെ പൂർവമീമാംസ, അതിനകത്താണ് യജ്ഞയാഗാദികളെല്ലാം വരുന്നത്. പിന്നെ വ്യാസഭഗവാന്റെ ഉപനിഷത്തുകൾ. ഇങ്ങനെ 6 ദർശനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ഭാരതത്തിൻ്റെ വിജ്ഞാന ഭണ്ഡാകാരത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർ അറിയേണ്ടത് ദർശനങ്ങളാണ്. ഈ ഭാരതീയത്തിൻ്റെ, അതായത് നമ്മുടെ ഭാരതീയ തത്വശാസ്ത്രങ്ങളെ അറിയാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സനാതന ധർമ്മത്തെ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പുരാണങ്ങളും ഇതിഹാസങ്ങളും അല്ല, അത് സനാതന ധർമ്മത്തിൻ്റെ ഒരു ഭാഗമായിട്ട് എടുക്കാൻ പറ്റില്ല. അതും ഒരു ഭാഗത്ത് ആണ് എന്നേ ഉള്ളൂ. സനാതന ധർമ്മത്തിൻ്റെ തത്വങ്ങളെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർ ഷഡ്ദർശനങ്ങളാണ് അറിയേണ്ടത്. അതിൽ നേരത്തെ ഞാൻ പറഞ്ഞ 6 ഋഷിമാരിൽ നിന്നുള്ള ഇതുണ്ട്. ഇതിനൊക്കെ തന്നെ എത്രയോ ഭാഷ്യങ്ങൾ. ഇപ്പം ശങ്കരാചാര്യർ തന്നെ ഇതിൽ ദശോപനിഷത്തുകൾക്ക് ഭാഷ്യം എഴുതിയ ആളാണ്. ഇപ്പം 1180 ഉപനിഷത്തുകൾ, 80ൽ കുറയാത്ത ഉപനിഷത്തുണ്ടെന്ന് പറയാം. അതിൽ ഏറ്റവും പ്രധാനം 108. അതിൽ പ്രധാനം ഈ ദശോപനിഷത്താണ്. ഈശം, കേനം, കഠം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, തൈത്തിരീയം, ഐതരേയം, ചാന്തോഗ്യം, ബൃഹദാരണ്യം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. എന്നാൽ ഇതിൽ പലതിനോടും തുല്യ പുലർത്തുന്ന വേറെയൊക്കെ ഉണ്ട് ഉപനിഷത്തുകൾ. അപ്പം ഈ ദശോപനിഷത്ത്, അതുപോലെ ഭഗവത്ഗീത, സ്മൃതിയിൽ നിന്ന് ഭഗവത്ഗീത, ശ്രുതിയിൽ നിന്ന് ദശോപനിഷത്ത്, പിന്നീട് ഒരെണ്ണം ബ്രഹ്മസൂത്രം. ആ 3 ചേർത്തതാണ് പ്രസ്ഥാനത്രയി എന്ന് പറയുന്ന വേദാന്തം. അതായത് ഉപനിഷത്തുകളിൽ തന്നെ ദശോപനിഷത്തുകളിൽ ഒന്ന് വായിച്ചു, പിന്നെ വേറൊരെണ്ണം വായിക്കുമ്പോൾ അതിലെങ്ങനെയല്ലല്ലോ പറയുന്നത്, ഇതിലിങ്ങനെയാണല്ലോ പറയുന്നത്, ഒരു വൈരുദ്ധ്യം ഫീൽ ചെയ്യും. അതിലേക്ക് ഡീപ്പായിട്ട് പോകുമ്പോൾ മനസ്സിലാകും ഇത് വൈരുദ്ധ്യമൊന്നുമില്ല, അതും ഇതും എല്ലാം ഒന്നിൽ തന്നെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇങ്ങനെ എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതിന് അവസാന വാക്കെന്ന് പറയുന്നത് ബ്രഹ്മസൂത്രമാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ബ്രഹ്മസൂത്രവും ഉപനിഷത്തുകളും ഈ ഭഗവത്ഗീത ഉൾപ്പെടുന്ന വേദാന്തമാണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. വേദം എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതല്ല. ഈ പറയുന്ന ഓരോ സംഹിതകളും ബ്രാഹ്മണങ്ങളും തന്നെ 100 ആയിരക്കണക്കിനാണുള്ളത്. ആചാര്യസ്വാമി 32 വയസ്സ് വരെ ജീവിച്ചിരുന്നുള്ളൂ. 5ാമത്തെ വയസ്സിൽ അദ്ദേഹം എഴുതിയ കനകധാര സ്തോത്രം മുതൽ 32 വയസ്സിനുള്ളിൽ 300ഓളം ഗ്രന്ഥങ്ങൾ, 100ഓളം സ്തോത്രകൃതികൾ, 100ഓളം പ്രകരണ ഗ്രന്ഥങ്ങൾ. വേദാന്തം പഠിക്കണമെങ്കിൽ ആദ്യം പ്രകരണ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതാണ് നല്ലത്, ഇല്ലെങ്കിൽ നേരിട്ട് പെട്ടെന്ന് പറ്റില്ല. അതുപോലെ മറ്റ് കൃതികൾ ഉൾപ്പെടെ 300ഓളം ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുള്ള ഒരു ലൈബ്രറിയാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതിൻ്റെ മൂലം
വേദമാണ്. വേദം എന്നാൽ ഒരു ഗ്രന്ഥമല്ല. അവിടെയാണ് ഇതിൽ എല്ലാവർക്കും പഠിക്കാൻ പറ്റില്ല. ഒന്ന് തന്നെ എടുത്താൽ തന്നെയും ഒരു ജന്മം കൊണ്ട് തീരുന്നതല്ല, തീരുന്നില്ല. ഒരെണ്ണം മാത്രം എടുത്താൽ പോലും. ഇപ്പൊ ഈ വേദമൊക്കെ പറയുന്നത് ആധ്യാത്മിക തലവും ആത്മീയ തലവും എന്ന് പറയുമ്പോൾ അതിൽ നേരത്തെ ഞാൻ പറഞ്ഞു ഭൗതിക ജീവിത വിജയത്തിന് വേണ്ടി സൃഷ്ടി. ഇപ്പൊ ചിലരൊക്കെ എന്നോട് ഈശ്വരൻ എന്താണ് ഈശ്വരൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾ ഈശ്വരൻ എന്താണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ അന്വേഷിക്കേണ്ടത് എന്താണ് ഈ പ്രപഞ്ചം, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, നിങ്ങൾ അതാണ് അന്വേഷിക്കേണ്ടത്. നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേ കാണുന്നത്, ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, ഈ പ്രപഞ്ചം ഉണ്ടാക്കിയെങ്കിൽ അത് ആരെങ്കിലും ഒരാൾ ഉണ്ടാക്കിയാണ്. ആ ആൾ ആരായിരിക്കും? പ്രപഞ്ചം ഉണ്ടാക്കിയത് ആരാണ്? ഇനി ആ ഉണ്ടാക്കിയ ആളാണോ ഈശ്വരൻ? അങ്ങനെയാണെങ്കിൽ ആ ഈശ്വരൻ എങ്ങനെ ഇരിക്കും? ഈശ്വരന്റെ സ്വരൂപം എന്താ? അതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ അതിന് അടുത്തത് വരുന്നത് ഞാൻ ആരാണ്, ഈ ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഞാൻ എന്തിനു വേണ്ടിയാണ് ഭൂമിയിൽ ഈ ജന്മം എടുത്തത്, ഇതിന് ശേഷം മരിച്ചതിന് ശേഷം ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്. ഈ അന്വേഷണങ്ങളാണ് നമ്മളെ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത്. അവിടെ ഞാൻ ആരെന്ന് അന്വേഷിച്ച് തുടങ്ങുമ്പോൾ ഈശ്വരൻ ആരാണെന്ന് തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കും. ഈശ്വരൻ ആരാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവും ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായെന്നൊക്കെ ചോദ്യത്തിന് പ്രസക്തിയില്ല. കാര്യം ബ്രഹ്മം സത്യം ജഗൻ മിഥ്യ എന്ന പാരമാർത്ഥിക സത്യത്തെ വെളിപ്പെട്ടു വരും. ഇപ്പോൾ വേദാന്തം പഠിക്കണമെങ്കിൽ തന്നെ ആചാര്യന്മാർ 4 സാധനകൾ വേണം എന്ന് പറയാറുണ്ട്. സാധന ചതുഷ്ടയം. അതറിയാത്തവന് വേദാന്തത്തിലേക്ക് പോയിട്ട് ഒരു കാര്യമില്ല, ചുമ്മാ വായിക്കാന്നേ ഉള്ളൂ. കാര്യം അതിൽ പ്രഥമമായിട്ടുള്ളത് തന്നെ നിത്യ അനിത്യ വസ്തു വിവേകം എന്ന് പറയും. നിത്യമേതാണ്, അനിത്യമേതാണ്. നിത്യമാണ് സത്യം. സത്യം എന്ന് പറയുന്നത് ത്രികാലങ്ങളിലും നിലനിൽക്കുന്നത്, നാശമില്ലാത്തത്. ഇതാണ്. അപ്പോൾ നമ്മുടെ അന്നുമുണ്ടായിരുന്നു, ഇന്നുമുണ്ട്, നാളെയും ഒരിക്കലും നാശമില്ലാത്തതാണ് സത്യം. അതിന് മാറ്റം വന്നാൽ അത് സത്യമല്ല. ഇത് മാത്രമേ ഉള്ളൂ നിത്യം. അങ്ങനെ വരുമ്പോൾ നിത്യമായത് ബ്രഹ്മവും ജഗത്ത് മിഥ്യയാണ്. ഇത് വേദാന്തം പഠിക്കുന്നതിൻ്റെ സാധനാ ചതുഷ്ടയത്തിൽ 1 അത് മനസ്സിലാക്കണം. 2 ഇഹ അമൂത്രാർത്ഥ ഫലഭോഗ വിരാഗ. ഇഹത്തിലും പരത്തിലും ഫലത്തെ കാക്ഷിക്കരുത്. അതാണ് രണ്ടാമത് വേണ്ടത്. ഫലം വന്നോ വരാതിരിക്കുകയൊക്കെ ചെയ്തോട്ടെ, നമ്മൾ നമ്മുടെ അന്വേഷണമാണ് ചെയ്യേണ്ടത്. 3 ശമദമാദി ഷഡ്ക സമ്പത്തി. 6 സമ്പത്ത് ആർജിക്കണമെന്നുണ്ട്. ശമം ദമം ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം. ഈ സമ്പത്ത് ആർജിക്കാത്തവൻ ആത്മീയ പുരോഗതി ഉണ്ടാവില്ല. അത് സന്യാസിയായാലും ഗൃഹസ്ഥനായാലും ആർക്കായാലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ശമം ദമം ഉപരതി തിദിക്ഷ ശ്രദ്ധ സമാധാനം. ശമം എന്നാൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ്, മനോനിയന്ത്രണമാണ്. ദമം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കലാണ്. ഉപരതി എന്നാൽ സ്വധർമ്മം ഒഴികെയുള്ള എല്ലാത്തിനെയും വിട്ടേക്കുക. സ്വധർമ്മത്തെ ബാക്കിയെല്ലാം വിട്ടേക്കണം. ആത്മീയ തലത്തിൽ പോകുന്നവനാണ്, ധാർമ്മിക തലത്തിൽ ജീവിക്കുന്നവനല്ല. തിദിക്ഷ എന്നാൽ ദ്വന്ദ്വങ്ങളിൽ സമഭാവം. അതായത് ശീതം ഉഷ്ണം ഇങ്ങനെയുള്ള ദുഃഖം സുഖം ഇതിനകത്തെല്ലാം സമഭാവം. സാധനയിൽ അതൊക്കെ വരും. ശ്രദ്ധ എന്ന് പറയുന്നത് ഗുരുവിലും ശാസ്ത്രത്തിലും ആഗമങ്ങളിലും ശ്രദ്ധ, വിശ്വാസമുള്ളവനാവണം. ഗുരുവിൽ അവിശ്വാസമുള്ളവൻ ഒരു സത്യത്തിലും എത്തില്ല. ഗുരുവിലും ശാസ്ത്രത്തിലും വിശ്വാസമുള്ളവനാവണം. സമാധാനം എന്ന് പറയുന്നത് ഏകാഗ്രമാണ്. ഈ 6 സമ്പത്ത് ആർജിക്കണം. പിന്നെ മുമുക്ഷുത്വം മോക്ഷകാംക്ഷ ഇല്ലാത്തവന് ഇത് പറ്റില്ല. ഇതുള്ളവനെ വേദാന്തം പറഞ്ഞിട്ടുള്ളൂ, അല്ലാത്തവനില്ല. അപ്പം ഇതിനു വേണ്ടി നമുക്ക് ഏത് മാർഗമാണോ, 100 അല്ല 1000കണക്കിന് മാർഗങ്ങളുണ്ട്, അതിലേതും സ്വീകരിക്കാം. ഒന്നും തെറ്റല്ല.